ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഐറ്റം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ, അവൽ, കുറച്ച് ശർക്കര ഇത്രയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ശർക്കര, അവലെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ആ തേങ്ങയുടെ ബൗളിലേക്ക് നമുക്ക് അവലും ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് അത്ര നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ശർക്കരയും തേങ്ങയും നല്ലതുപോലെ ഇവിടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്കിത് തയ്യാറാക്കുന്നതിനായിട്ട് വേണ്ടുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ടയും ഗോതമ്പ് പൊടിയും നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ടയും ഗോതമ്പ് പൊടിയും ഇവിടെ നല്ലതുപോലെ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിലേക്ക് നമുക്കിത് ആക്കിയെടുക്കാം. മാവ് ഇവിടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ തീയിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാനിൽ ചെറുതായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൻ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കത്തില്ലേ, അതുപോലെ നമുക്ക് നല്ലതുപോലെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മറിച്ചും തിരിച്ചും ഇട്ട് നമുക്കതിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഗോതമ്പ് ദോശയുടെ രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്നില്ലേ, അവൽ, ശർക്കര, തേങ്ങ, അതെല്ലാം കൂടി കുറേശ്ശെ നമുക്ക് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഓരോ സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഗോതമ്പ് ദോശയുടെ 4 സൈഡും ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്കത് ആ പാനിൽ തന്നെ ഒന്ന് വയ്ക്കാം. അതിനകത്തെ അവലും ശർക്കര അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. ഒരെണ്ണം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ഒരെണ്ണം കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ അവലിൻ്റെ ശർക്കര മിക്സൊക്കെ വെച്ചില്ലേ, അതുപോലെ അത് വീണ്ടും വെച്ചിട്ട് 4 സൈഡും ഒന്ന് മടക്കി കൊടുത്ത് നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് തയ്യാറാക്കിയത്. ഇപ്പം രാവിലെ ഗോതമ്പ് ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിന് കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടിയില്ലെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് ഗോതമ്പ് ദോശ തയ്യാറാക്കി അതിലേക്ക് അവലും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഒരുപാട് നേരത്തെ പണിയൊന്നുമില്ല. നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. സീ യു അഗെയിൻ. താങ്ക് യു.